നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ലോകചരിത്രം, കറണ്ട് ഫാക്ട്സ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആര്യൻ നാഗരികത, ഓപ്ഷൻ ബി സിന്ധു നദീതട സംസ്കാരം, ഓപ്ഷൻ സി വൈദിക നാഗരികത, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ബി സിന്ധു നദീതട സംസ്കാരം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത്? മോഹൻജൊദാരോ. മോഹൻജൊദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. 1. നൈൽ നദി തടങ്ങളിലാണ് വികസിച്ചത്. 2. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. 3. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങൾ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. 4. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ, ആഭരണങ്ങൾ, മറ്റു നിധികൾ എന്നിവ കൊണ്ട് നിറച്ചിരുന്നു. ഉത്തരം മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. 1. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങൾ നിലനിന്നിരുന്നത്. 2. BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. 3. പ്രധാന പട്ടണമാണ് ഉർ. 4. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ഉത്തരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങൾ നിലനിന്നിരുന്നത്. പ്രധാന പട്ടണമാണ് ഉർ. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. മോഹൻജൊദാരോയിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ എ RD ബാനർജി, ഓപ്ഷൻ ബി AD ബാനർജി, ഓപ്ഷൻ സി സർ ജോൺ മാർഷൽ, ഓപ്ഷൻ ഡി RD ദേശായി. ഉത്തരം ഓപ്ഷൻ എ RD ബാനർജി. നദികൾക്കിടയിലുള്ള സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത്? മെസപ്പൊട്ടേമിയ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.